റഷ്യൻ ഭരണകൂടത്തിന്റെ അതിർത്തി സുരക്ഷയും ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായും അമ്പരപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അതീവ സുരക്ഷിത മേഖലകളായ രണ്ട് വ്യോമസേനാ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന വൻ അട്ടിമറി ശ്രമം റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSB പരാജയപ്പെടുത്തിയതായി റിപ്പോർട്ട്. റഷ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള ഉക്രൈൻക, യുറാൽസ് പർവ്വതനിരകൾക്ക് സമീപമുള്ള ഷാഗോൾ എന്നീ തന്ത്രപ്രധാന സൈനിക വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് യുക്രൈൻ രഹസ്യ ഏജന്റുകൾ ഈ അതിസാഹസികമായ നീക്കം ആസൂത്രണം ചെയ്തത്. അതിർത്തി കടന്നുള്ള പരമ്പരാഗത യുദ്ധമുറകൾക്കപ്പുറം അത്യാധുനിക സാങ്കേതിക വിദ്യയും സങ്കീർണമായ കള്ളക്കടത്ത് രീതികളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ അട്ടിമറി പദ്ധതിയെന്നാണ് റഷ്യൻ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത്. ശത്രുരാജ്യത്തിന്റെ കണ്ണു വെട്ടിച്ച് അതിർത്തി കടക്കാൻ സൈനിക ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന എയ്റോസ്റ്റാറ്റ് ബലൂണുകളാണ് ഇത്തവണ അട്ടിമറിക്കാൻ അവലംബിച്ചത്. അത്യാധുനിക ഡ്രോണുകളും അനുബന്ധ സാങ്കേതിക ഉപകരണങ്ങളും അതിർത്തിയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും റഡാറുകളുടെയും കണ്ണിൽപ്പെടാതെ റഷ്യൻ മണ്ണിലേക്ക് എത്തിക്കാൻ ഈ ബലൂണുകൾക്ക് സാധിച്ചു. അതിർത്തി കടത്തി റഷ്യക്കുള്ളിലെത്തിച്ച ഈ മാരക യുദ്ധോപകരണങ്ങൾ പിന്നീട് പ്രാദേശിക ഏജന്റുമാരുടെ പക്കലിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള തന്ത്രവും അതീവ സങ്കീർണമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ നിത്യോപയോഗത്തിനായി ഉപയോഗിക്കുന്ന ഗൃഹോപകരണങ്ങൾക്കുള്ളിലാണ് അതീവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഈ തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ ഒളിപ്പിച്ചിരുന്നത്. വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങിയ ആഭ്യന്തര ഉപകരണങ്ങൾക്കുള്ളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി അതിലേക്ക് ചിപ്പുകളും ഡ്രോൺ ഘടകങ്ങളും ഘടിപ്പിച്ച് കടത്തുകയായിരുന്നു. ഇത്തരത്തിൽ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ച 24 അത്യാധുനിക FPV ഡ്രോണുകളാണ് FSBയുടെ മിന്നൽ റെയ്ഡിൽ പിടിച്ചെടുത്തത്. ഈ ഡ്രോണുകൾ സാധാരണയായി യുദ്ധമുഖങ്ങളിൽ കാണുന്ന തരം തട്ടിക്കൂട്ട് ഉപകരണങ്ങളായിരുന്നില്ല, മറിച്ച് സൈനിക സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടവയായിരുന്നു. റഷ്യയുടെ അതിർത്തി കടന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിലൂടെ സൈനിക താവളങ്ങളിലേക്ക് കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കാൻ തക്ക ശേഷിയുള്ളവയായിരുന്നു ഈ വ്യോമാക്രമണ ഉപകരണങ്ങൾ. ഈ ഡ്രോണുകളുടെ ഏറ്റവും അപകടകരമായ സവിശേഷത അവയിൽ ഘടിപ്പിച്ചിരുന്ന ന്യൂറൽ നെറ്റ്വർക്ക് ഗൈഡൻസ് മൊഡ്യൂളുകളാണ്. പരമ്പരാഗത ഡ്രോണുകൾ സാധാരണയായി സാറ്റലൈറ്റ് കണക്ടിവിറ്റിയെയോ റേഡിയോ സിഗ്നലുകളെയോ ആണ് നിയന്ത്രണത്തിനായി ആശ്രയിക്കുന്നത്. എന്നാൽ ഇത്തരം സിഗ്നലുകളെ റഷ്യയുടെ അതിശക്തമായ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വഴി ജാം ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക് സംവിധാനം വഴി ഡ്രോണുകൾക്ക് മനുഷ്യ സഹായമില്ലാതെ സ്വയം ചിന്തിക്കാനും തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് പറക്കാനും ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്താനും സാധിക്കുമായിരുന്നു. പൂർണ്ണമായും പാശ്ചാത്യ സാങ്കേതിക വിദ്യയിലാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് മൊഡ്യൂളുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തൽ റഷ്യയെ കൂടുതൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ അഭിമാനകരമായ ഇലക്ട്രോണിക് ജാമിംഗ് പ്രതിരോധ സംവിധാനങ്ങളെ പാടെ നിഷ്പ്രഭമാക്കാൻ പാകത്തിലാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഈ പ്രത്യേക ചിപ്പുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ജാമിംഗ് തരംഗങ്ങൾക്കിടയിലും ഇവയുടെ ആന്തരിക വഴികാട്ടി സംവിധാനം തകരാറിലാകില്ലെന്നത് ഉക്രൈന് ലഭിക്കുന്ന ശക്തമായ പാശ്ചാത്യ സാങ്കേതിക പിന്തുണയുടെ തെളിവായി മോസ്കോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആക്രമണത്തിനായി ലക്ഷ്യമിട്ടിരുന്ന ആദ്യ താവളമായ സുദൂര കിഴക്കൻ മേഖലയിലെ ഉക്രൈൻക വിമാനത്താവളം റഷ്യയുടെ തന്ത്രപ്രധാന ആണവ പ്രതിരോധത്തിന്റെ നട്ടെല്ലാണ്. റഷ്യയുടെ ദീർഘദൂര തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളായ ടൂപോളേവ് Tu-95MS, Tu-160 എന്നിവയുടെ പ്രധാന താവളങ്ങളിലൊന്നാണിത്. ഉക്രൈൻ അതിർത്തിയിൽ നിന്നും 5000-ലധികം കിലോമീറ്റർ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ ഒരു ചെറിയ അട്ടിമറി പോലും നടന്നാൽ അത് റഷ്യയുടെ ആഗോള സൈനിക പ്രതിച്ഛായയും ആണവ പ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും ഗുരുതരമായി ബാധിക്കുമായിരുന്നു. രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനമായ യുറാൽസിലെ ഷാഗോൺ സൈനിക താവളം റഷ്യൻ പൈലറ്റുമാരുടെ പരിശീലന കേന്ദ്രമെന്ന നിലയിലും ആക്രമണ വിമാനങ്ങളുടെ വിന്യാസ കേന്ദ്രമെന്ന നിലയിലും ഏറെ പ്രശസ്തമാണ്. റഷ്യയുടെ ഏറ്റവും ആധുനികമായ സുഖോയ് Su-34 യുദ്ധവിമാനങ്ങളുടെയും Su-24 ബോംബറുകളുടെയും വലിയൊരു നിര ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FSBയുടെ കർശനമായ നിരീക്ഷണവും അതിവേഗത്തിലുള്ള നീക്കങ്ങളുമാണ് വിനാശകരമായ ഈ വൻ ദുരന്തം ഒഴിവാക്കിയത്. അതിർത്തി കടന്നുള്ള ഈ സുരക്ഷാ വീഴ്ച റഷ്യൻ സൈനിക വൃത്തങ്ങൾക്കിടയിൽ വൻ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അതിർത്തിയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉള്ളിലുള്ള സൈനിക വ്യൂഹങ്ങൾക്ക് പോലും ഇനി പൂർണ്ണമായി സുരക്ഷ ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന വസ്തുതയാണ് ഈ അട്ടിമറി ശ്രമം വ്യക്തമാക്കുന്നത്. പടിഞ്ഞാറൻ ഘടകഭാഗങ്ങൾ ഡ്രോണുകളിൽ കണ്ടെത്തിയതോടെ യുക്രൈനും നാറ്റോ സഖ്യകക്ഷികളും തമ്മിലുള്ള രഹസ്യ സഹകരണത്തിനെതിരെ റഷ്യ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്.
തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ അത്യാധുനിക ന്യൂറൽ നെറ്റ്വർക്ക് ചിപ്പുകളെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നുണ്ട്. അതേസമയം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി കടന്നുള്ള ഇത്തരം നീക്കങ്ങൾ റഷ്യയ്ക്ക് മേൽ നിരന്തരമായ ഭീതി നിലനിർത്താനുള്ള മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രമാണ്. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പോലും റഷ്യൻ സൈന്യത്തിന് പൂർണ്ണ സുരക്ഷിതത്വമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം ശ്രമങ്ങളിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. FSB പിടികൂടിയ ഏജന്റുമാരിൽ നിന്നും ഈ വിപുലമായ അട്ടിമറി ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. റഷ്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും ഇത്തരം ഏജന്റുമാർ സജീവമാണോ എന്ന് കണ്ടെത്താനുള്ള വിപുലമായ പരിശോധനകളാണ് ഇപ്പോൾ രാജ്യത്തുടനീളം നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ അകലങ്ങളിനെ സുരക്ഷിതത്വത്തിന്റെ മാനദണ്ഡമല്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അതിർത്തി കടന്നെത്തുന്ന ഓരോ ബലൂണും കപ്പലുകളും സാധാരണ ഗൃഹോപകരണങ്ങൾ പോലും രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാക്കാമെന്ന തിരിച്ചറിവാണ് റഷ്യയ്ക്ക് ഈ അനുഭവം നൽകുന്നത്. വരും ദിവസങ്ങളിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള രഹസ്യയുദ്ധം കൂടുതൽ തീക്ഷ്ണമായ തലത്തിലേക്ക് കടക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയായാണ് ഈ നിഗൂഢ റെയ്ഡ് വിവരങ്ങൾ നൽകുന്നത്.